ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയോട് കൂടെ ചേർന്ന് യൂറോപ്യൻ കോളനി വാഴ്ചകൾക്കെതിരെ അതിശക്തമായ പൊരുതലും ചെറുത്തുനിൽപ്പും തുർക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സാഹചര്യത്തിൽ തുർക്കിക്കേറ്റ ഏറ്റവും വലിയ അടിയാണ് സത്യത്തിൽ അറബ് റിവോൾട്ട്, അറബ് വിപ്ലവം. ആരാണ് ആ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്? ആരാണ് അതിൽ പങ്കാളികളായത്? മുസ്ലിം സമുദായം, മുസ്ലിങ്ങൾ, അറബികൾ, മുസ്ലിങ്ങൾ. ഒരേ സമയത്ത് യൂറോപ്യൻ സഖ്യകക്ഷികൾക്കെതിരെ പൊരുതുന്ന തുർക്കി ഖിലാഫത്തിന്റെ ഉള്ളിൽ നിന്നാണ് അറബ് റിവോൾട്ട് ഉണ്ടായത്. ഹിജാസ് അടക്കമുള്ള പ്രദേശങ്ങൾ, അറബ് രാജ്യങ്ങൾ, ഇന്ന് അറബ് രാജ്യങ്ങളായി ഗണിക്കപ്പെടുന്ന പ്രദേശങ്ങൾ, സിറിയ, ഇറാഖ്, ജോർദാന്, ഇവിടെ എല്ലാം ഈ പ്രദേശങ്ങളിലെല്ലാമാണ് അറബ് വിപ്ലവം ഒരേ സമയത്ത് നിന്ന് കത്തിയത്. എന്താ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? ഒരു നിലക്ക് നോക്കിയാൽ ഒരു ബ്രിട്ടന്റെ ചതി. ഈ സമയത്ത് അറബികളോട് വിപ്ലവത്തിനിറങ്ങാൻ ബ്രിട്ടൻ കൽപ്പിച്ചു. ഈ അറബ് വിപ്ലവം വിജയിച്ചാൽ തുർക്കിയെ ഏതായാലും നാമാവശേഷമാക്കും, നിങ്ങൾക്ക് ഓരോ പ്രദേശങ്ങൾക്കും സ്വയം ഭരണം തരാമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടത്തിൽ ഭരിക്കാനുള്ള നിങ്ങളുടേതായ ഒരു കാലഘട്ടം വരുമെന്നും നിങ്ങൾ പുറത്തുനിന്ന് ഒരു ഇടപെടലിലും നിങ്ങൾ വിധേയരാവുകയില്ല, നിങ്ങളെ രാജ്യത്തിന് വേണ്ടി നിങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളിലൂടെ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും ഈ പ്രദേശത്തെ ജനനേതാക്കളെയും ഒരു വേള ജനങ്ങളെയും ബ്രിട്ടൻ പറഞ്ഞു പറ്റിച്ചു. അപ്പോൾ നമ്മൾ അറബ് പക്ഷത്തിൽ നിന്ന് അറബ് റിവോൾട്ടിനെ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഞങ്ങളെ രാജ്യത്തിന് ഒരു സ്വയമായ അധികാരത്തിന് വേണ്ടിയും ഞങ്ങളെ സ്വയമായ നേട്ടത്തിന് വേണ്ടിയും ഞങ്ങൾ പുറത്തുനിന്ന് തുർക്കിയല്ല ഞങ്ങളെ ഭരിക്കേണ്ടത്, ഞങ്ങൾ തന്നെ ഞങ്ങളെ ഭരിക്കുക, ഞങ്ങൾക്ക് ഹിതകരമായ ഞങ്ങളുടെ ജനങ്ങൾക്കും ഞങ്ങളുടെ ഭാഷക്കും ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഞങ്ങളുടെ തനതായ സംസ്കാരത്തിനും ഉയർച്ചയും വളർച്ചയും ഉണ്ടാകുന്ന ഞങ്ങളുടേതായ സർക്കാരുകൾ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ പുറത്തുനിന്നുള്ള ഒരു ഇടപെടലും ഇല്ലാതെ ആരെയും ഭയക്കാതെ സമാധാനത്തോടുകൂടെ സജ്ജരായി സന്തോഷത്തോടെ ഞങ്ങൾക്ക് വാഴുക എന്ന ഒരു താല്പര്യമായിരുന്നു അറബ് റിവോൾട്ടിന്റെ പിന്നിൽ ബ്രിട്ടന്റെ ചതിയിൽപ്പെട്ടുപോയ എല്ലാ രാജ്യങ്ങളും സത്യത്തിൽ ഒരു സുമോഹനമായ ഒരു ചിന്താഗതിക്ക് വിധേയരായത്. അറബ് റിവോൾട്ട് വിജയിച്ചു. അതായത് അറബ് റിവോൾട്ട് സ്വാഭാവികമായി വിജയിച്ചല്ലോ. എന്തുകൊണ്ട്? പുറത്തെ ശത്രുക്കളോട് പൊരുതുന്ന അതേ സമയത്ത് തന്നെ അകത്തെ ശത്രുക്കളോടുകൂടി പൊരുതാൻ തുർക്കിക്ക് കഴിഞ്ഞില്ല. തുർക്കി വീണുപോയി. അകത്തും പുറത്തും ഒരേ സമയം ശത്രുക്കൾ. ഒന്നും ചെയ്യാൻ തുർക്കിക്ക് കഴിഞ്ഞില്ല. ഒരു സർവസജ്ജമായിരുന്ന ഒരു സാമ്രാജ്യം അങ്ങനെ എന്നേക്കുമായി ഇല്ലാതെയായി. തുർക്കി ഖിലാഫത്ത് ചരിത്രത്തിൽ കഥാവശേഷമായി പിന്നെ ആ ഖിലാഫത്ത് ഇല്ല. പൂർണ്ണമായി തുർക്കി ഖിലാഫത്ത് നഷ്ടപ്പെട്ടു. അറബ് റിവോൾട്ടിന് ശേഷം അറബ് രാജ്യങ്ങൾക്ക് തുർക്കി ഖിലാഫത്തിനെ ഭയക്കേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായില്ല. അപ്പോൾ ബ്രിട്ടൻ ഉദ്ദേശിച്ചത് തന്നെ സംഭവിച്ചു. ഇതാണ് ഈ ഒന്നാം ലോക മഹായുദ്ധവും. ആ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ ചതിയിൽപ്പെട്ട അറബ് രാജ്യങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഫലസ്തീന്റെ യഥാർത്ഥ കാരണക്കാർ. നിലവിൽ നമ്മൾ ഫലസ്തീൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു വേദനയാണ്. ഏകദേശം ഒരു 3/4 നൂറ്റാണ്ട്, ഒരു നൂറ്റാണ്ടിനോട് അടുക്കാൻ പോവാണ്. ആ ഒരു വലിയ കാലഘട്ടത്തിൽ മുസ്ലിം ലോകത്തിന്റെ, അറബ് ലോകത്തിന്റെ ദുഃഖമാണ് സത്യത്തിൽ ഫലസ്തീൻ. ഈ ഫലസ്തീൻ സൃഷ്ടിപ്പിന്റെ ആധാരം എന്താണ്? തുർക്കി ഖിലാഫത്തിന്റെ വീഴ്ച. എപ്പോഴാണ് തുർക്കി ഖിലാഫത്ത് വീണത്? അറബ് റിവോൾട്ട് വിജയിച്ചു. അറബികൾ ബ്രിട്ടന്റെ താല്പര്യങ്ങൾക്ക് വിധേയരായി. 1948 മെയ് 14 പ്രഖ്യാപിക്കപ്പെട്ട ഇസ്രായേൽ എന്ന രാഷ്ട്രം എന്നത് അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അത് രണ്ടാം ലോക മഹായുദ്ധം അതിന്റെ പ്രഖ്യാപനത്തിന് കളമൊരുക്കിയെങ്കിലും അടിസ്ഥാനപരമായി അതുണ്ടാകുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടി തന്നെയാണ്. അറബ് റിവോൾട്ട് വിജയിക്കുകയും തുർക്കി പരാജയപ്പെടുകയും ചെയ്തപ്പോൾ പൂർണ്ണമായി ആ പ്രദേശങ്ങളെല്ലാം സഖ്യകക്ഷികളുടെ, ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ് അടക്കമുള്ള സഖ്യകക്ഷികളുടെ കൈവശം വരികയും ചെയ്തപ്പോൾ ആ പ്രദേശങ്ങളെയെല്ലാം നാമമാത്രമായ അധികാരം നൽകിയിട്ട് പിന്നിൽ നിന്ന് ഈ സഖ്യകക്ഷികൾ ഭരിക്കുകയും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ പ്രദേശങ്ങളെല്ലാം കഷ്ണമായ രാജ്യങ്ങളാക്കി ആ പ്രദേശത്തെ ചില ഭരണാധികാരികൾക്ക് ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും വിട്ടുകൊടുക്കുകയും ചെയ്തു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്ക ഭരിച്ചിരുന്ന ഹുസൈൻ ബിൻ അലിയാണ് അറബ് റിവോൾട്ടിന്. അദ്ദേഹം സയ്യിദുമാണ്, പ്രധാനപ്പെട്ട സയ്യിദ്. അതായത് 20-ാം നൂറ്റാണ്ടിന്റെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ
വിസ്മരിക്കാൻ കഴിയാത്തൊരു നാമമാണ് മക്ക ഭരിച്ചിരുന്ന ഷെരീഫായിരുന്ന പ്രഗത്ഭ സയ്യിദായിരുന്ന ഹുസൈൻ ബിൻ അലിയുടെ ഭരണം. അദ്ദേഹത്തിന്റെ നാമം ഒന്നാം ലോക മഹായുദ്ധത്തിലാണെങ്കിലും അറബ് റിവോൾട്ടിലാണെങ്കിലും അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അദ്ദേഹമാണ് പല കാര്യങ്ങൾക്കും തുർക്കിക്കെതിരെയുള്ള വിപ്ലവത്തിലൊക്കെ ചുക്കാൻ പിടിച്ചത് ഹുസൈൻ ബിൻ അലിയാണ്. ഹുസൈൻ ബിൻ അലിയുടെ മക്കൾക്കാണ് പിന്നീട് ആ പല കഷ്ണങ്ങളും കിട്ടിയത്. ജോർദാന്, ഇറാഖ്, സിറിയ, ഇതെല്ലാം ഹുസൈൻ ബിൻ അലിയുടെ മക്കൾക്കാണ് ലഭിച്ചത്. അതേ സമയത്ത് ഫലസ്തീൻ, ജെറൂസലേമും ഗാസയും അടക്കമുള്ള പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഫലസ്തീൻ പ്രദേശങ്ങളെല്ലാം ബ്രിട്ടൻ തന്നെ കൈവശം വെച്ചു. ഫലസ്തീൻ പ്രദേശം ബ്രിട്ടൻ കൈവശം വെച്ചതിന്റെ പിന്നിൽ ബ്രിട്ടന് വലിയ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അവിടേക്ക് അനവരതം എന്ന് പറയാവുന്ന വിധത്തിൽ യൂറോപ്യൻ കുടിയേറ്റങ്ങൾ നടന്നു. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ 914, ഒരൽപ്പം അതിനു മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും, നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒഴുക്ക് ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടെ അതിന്റെ ഒഴുക്ക് വർദ്ധിച്ചു. 1918 ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതോടുകൂടെ അതിശക്തമായ ജൂത കുടിയേറ്റവും യൂറോപ്യൻ കുടിയേറ്റവും അതിശക്തമായ നിലയിൽ ഫലസ്തീൻ ഭാഗത്തേക്ക് വന്നു. ഫലസ്തീനകത്തെ ബ്രിട്ടൻ നേരിട്ട് കൈവശം വയ്ക്കുകയും ചെയ്തു. ബ്രിട്ടനിൽ പ്രത്യേകമായ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടേക്ക് അതിശക്തമായ നിലയിൽ വർദ്ധിച്ച നിലയിൽ യൂറോപ്യൻ കുടിയേറ്റം, സിയോണിസ്റ്റ് കുടിയേറ്റങ്ങൾ നടക്കുമ്പോൾ അറബികൾക്ക് അറിയാമായിരുന്നു ഇതിന്റെ പിന്നിൽ പല കാര്യങ്ങളും സംഭവിക്കുമെന്ന്. പക്ഷെ അവർക്ക് മിണ്ടാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവരെല്ലാം ബ്രിട്ടൻ കഷ്ണിച്ചു കൊടുത്ത രാജ്യത്തെ ഭരണാധികാരികളും ജനങ്ങളുമാണ്. അല്ലെങ്കിൽ റഷ്യയുടെ അല്ലെങ്കിൽ ഫ്രാൻസിന്റെ ആ താല്പര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ അവരുടെ രാജ്യവും കുട്ടിച്ചോറാക്കാൻ ഈ സഖ്യകക്ഷികൾക്ക് കഴിയും. ഇപ്പൊ മിണ്ടാതിരിക്കേണ്ടി വന്നു. അങ്ങനെയാണല്ലോ ഇതിന്റെയൊക്കെ കാര്യം. ലോകം ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. 1948 മെയ് 14 ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകൃതമാകുമ്പോൾ അറബ് ലോകത്തിന് ഒരു ചെറുവിരൽ അനക്കാൻ അതിന് കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുവരെ അവർ മിണ്ടാതിരുന്നു. അതിനുശേഷം അവരൊക്കെ യുദ്ധത്തിന് ഇറങ്ങുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് വേണമെങ്കിൽ ഇതിനെതിരെ അവർക്ക് ചില തീരുമാനങ്ങൾ ഒന്നിച്ചെടുക്കാമായിരുന്നു. പക്ഷെ കഴിയൂല. എന്തുകൊണ്ട് കഴിയൂല? അവരെല്ലാം ബ്രിട്ടന്റെ കോളനികളാണ്. നിലവിലും അവരെ ഭരിക്കുന്നതും പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്നതും പല തീരുമാനങ്ങളും അവർക്ക് എടുത്തു കൊടുക്കുന്നതും അവർക്ക് വേണ്ട ആയുധവും ശക്തിയും സമ്പത്തും സൗകര്യങ്ങളും എല്ലാം നൽകുന്നതും ബ്രിട്ടനാണ്. എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ട പണം, അബ്ദുൽ അസീസ് രാജാവിനെ പോലത്തെ ആളുകൾക്ക്, അതേപോലത്തെ രാജാക്കന്മാർക്ക് ആവശ്യമായ പണം നൽകിയതും ബ്രിട്ടനാണ്. ഇപ്പൊ ഒന്നും മിണ്ടാൻ കഴിയില്ല. അതേ ബ്രിട്ടൻ തന്നെയാണ് ഇവിടെ സയനിസ്റ്റ് കുടിയേറ്റം നടത്തുന്നത്. അപ്പൊ ഒന്നും ചെയ്യാൻ ഈ അറബ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല. 1940